ഇന്ന് നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്നത് കാരക്ക കൊണ്ടുള്ള അച്ചാറാണ്. ഒരു ഭയങ്കര നൊസ്റ്റു ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുന്നതാണ് കാരക്ക എന്നൊക്കെ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് കാരക്കയൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നാലായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം അതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവും കായപ്പൊടിയൊക്കെ നന്നായിട്ട് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പം എത്രയാണ് വെയിറ്റ് എന്ന് അറിഞ്ഞുകൂടാ, അവർ തൂക്കി തന്നതല്ല കേട്ടോ. നമ്മൾ 50 രൂപയ്ക്കെന്ന് പറഞ്ഞപ്പം അങ്ങനെ തന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. തന്നെയല്ല, ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ ഇതിലൊരു കറയുണ്ട്, അത് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഒരു 3-4 തവണ കഴുകി എടുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പം അത് നികക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടത് വേവിക്കാൻ വെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് സോഫ്റ്റായിട്ട് വരും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു കാരക്ക എന്ന് പറയുന്ന സംഭവം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ആ പിളർത്തി വെച്ചിരുന്നതിനകത്ത് നിന്നൊക്കെ കുറച്ചിങ്ങനെ അകന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓഫാക്കി വെച്ചിട്ട് നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം. ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ഒരു 3 അല്ലി, വലിയ അല്ലി 3 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാറിനകത്ത് ഇഞ്ചി ചേർക്കരുത്, എങ്കിൽ ടേസ്റ്റ് വേറെ ആയിപ്പോവും. എല്ലാ അച്ചാറിനകത്തും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണമെന്നില്ല. ചില അച്ചാറിലൊക്കെ നമ്മൾ വെളുത്തുള്ളി മാത്രം ചേർത്താലേ ടേസ്റ്റ് വരത്തുള്ളൂ. ചിലതിനാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട, പക്ക ഉലുവാപ്പൊടിയും കായപ്പൊടിയും മാത്രം മതിയേ. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് നല്ല കളറുള്ള പിരിയൻ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ കായപ്പൊടിയുടെ ഒരു ഫ്ലേവർ മുമ്പ് നിൽക്കേണ്ട, കാരണം ഇതിനൊരു വേറൊരു ടേസ്റ്റാണ് ഈ ഒരു കാരക്ക എന്നൊക്കെ പറയുമ്പം. ഇത് നന്നായിട്ട് അങ്ങനെ മൂത്ത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ കാരക്ക വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കാരക്ക അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ. നമ്മൾ പണ്ട് സ്കൂൾ ടൈമിലൊക്കെ പോകുമ്പോഴത്തേക്ക് വഴിയരികിൽ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഈ കാരക്ക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാരക്കയും ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചെറിയൊക്കെ ഇല്ലേ അതുപോലുണ്ട് കാണാനൊക്കെ. ചെറിയ കൊണ്ടും നമുക്ക് അച്ചാറുണ്ടാക്കാം, പക്ഷെ അതിനും ഭയങ്കര കറയാണ്. അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കഴുകുകയും നന്നായിട്ട് തിളപ്പിച്ചിട്ടൊക്കെ ഊറ്റിക്കളയൊക്കെ വേണം. ഇനിയുണ്ടല്ലോ, ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരക്ക നമ്മൾ വേവിച്ചപ്പം ഉപ്പിട്ട് കൊടുത്തു, പക്ഷേ ഈ അരപ്പൊക്കെ ചേർത്തപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇനി നന്നായിട്ട് ഇങ്ങനെ തിളച്ചിട്ട് ഒന്ന് കുറുകി വരണേ. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും ഞാനൊരു കാരക്ക എടുത്ത് നോക്കുവാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് അമർത്തി നോക്കിയപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പം ആ ഒരു ചൂടിലിരുന്ന് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വരും. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഇതിൽ വിനാഗിരി ഒന്നും ചേർക്കണ്ട. അങ്ങനത്തെ നമ്മുടെ കിടിലൻ കാരക്ക അച്ചാർ ഒരു നാടൻ രീതിയിൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്